ലോകം എന്ന് പറയുന്നത്, ലോകം അധികവും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ലഭ്യമായ ചരിത്ര സ്രോതസ്സുകൾ വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, ലോകം മുഴുവൻ അന്ന് നമ്മൾ ഇന്നത്തെ പോലെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമൊന്നും ആയിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് ഇന്ന് ലഭ്യമായ നമ്മുടെ ചരിത്ര സ്രോതസ്സുകൾ വെച്ച് അന്നത്തെ ലോകത്തെ, ഏറ്റവും ചുരുങ്ങിയത് അന്നത്തെ അറേബ്യൻ ഉപദ്വീപിനെ, മക്കയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു മൊത്തത്തിലുള്ളൊരു ചിത്രം ആഴത്തിലല്ലെങ്കിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത് അന്നത്തെ കാലവർഷ ഗണന അനുസരിച്ച്, അന്നത്തെ കലണ്ടർ അനുസരിച്ച്, നമ്മൾ ഇന്നും തുടർന്നു പോരുന്ന ഇംഗ്ലീഷ് കലണ്ടർ, ജോർജിയൻ കലണ്ടർ അനുസരിച്ച് AD 570 71 ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. അതായത് 6-ാം നൂറ്റാണ്ടും 7-ാം നൂറ്റാണ്ടും, ഇത് രണ്ടുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്ത് നമ്മൾ ഇന്നുള്ളത് പോലെ ലോകം ഇത്ര വികസിതമല്ല എന്ന് നമുക്കറിയാം. ഇത്ര ജനനിബിഡവുമല്ല ലോകം. ഇത്ര പോപ്പുലേഷൻ അന്നില്ല. ഏകദേശം എത്രത്തോളം ഉണ്ടാകും അന്നത്തെ ലോകം മുഴുവനുള്ള ആളുകളുടെ സംഖ്യ, ജനസംഖ്യ? ഇന്ന് നമ്മുടെ കേരളത്തിൽ 3 കോടിയിലധികം ഉണ്ട്. ഇന്ത്യയിൽ 130 കോടിയിലധികം ഉണ്ട് കഴിഞ്ഞ സെൻസസ് പ്രകാരം. ലോകത്ത് 700 കോടി, അങ്ങനെ പല കണക്കുകളും. അന്ന് പല ചരിത്രങ്ങൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എല്ലാ അഭിപ്രായങ്ങളും നോക്കുമ്പോൾ ഏകദേശം ഒരു 20 കോടി അത്രയൊക്കെ ഉള്ളതുകൊണ്ട് ലോക ജനസംഖ്യ. ചിലർ 15 കോടി 12 കോടി എന്ന് പറഞ്ഞവരുണ്ട്, 23 കോടി അങ്ങനെയൊക്കെ പറയാറുണ്ട്. 20 കോടിയോളമാണ് അന്ന് ലോകത്തെ ജനസംഖ്യ. ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ, അതും നമ്മൾ ഇന്ന് കാണുന്ന വലിയ നഗരങ്ങളൊന്നില്ല, ഇന്ന് കാണുന്നത് പോലെ ആളുകൾ വളരെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളൊന്നുമില്ല, വളരെ ചുരുക്കം മാത്രമാണ്. ഒരുപാട് സഞ്ചരിച്ചാൽ ഒരുപാട് ആളില്ലാത്ത, ജനനിബിഡമല്ലാത്ത വിജനമായ പ്രദേശങ്ങൾ കഴിഞ്ഞാണ് ഒരു പട്ടണം ഉണ്ടാകുന്നത്, ഒരു പ്രദേശം, ആളുകളൊക്കെ അവിടെ തിങ്ങി താമസിക്കുന്നു. ഇന്നും നമുക്ക് ഉത്തരേന്ത്യയിലും മറ്റും അങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ കേരളമാണ് ഇത്രത്തോളം ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഇന്നും ഉത്തരേന്ത്യയിലായാലും മറ്റു പല സ്ഥലങ്ങളിലായാലും അറേബ്യയിലായാലും കുറേ സ്ഥലങ്ങൾ തരിച്ചു കിടക്കുന്നു, വിജനമായി കിടക്കുന്നു. കുറേ പോകുമ്പോൾ അടുത്തൊരു പട്ടണം, അവിടെ എന്തെങ്കിലും നദിയോ മറ്റു കാര്യങ്ങളുണ്ടാവും, അവിടെ ആളുകൾ അതിന് ചുറ്റുമായി ജീവിതം കെട്ടിപ്പടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അന്ന് അതേക്കാൾ ഭീകരമാണ് അവസ്ഥ. ആളുകൾ കുറവാണ്. ഈ ആളുകൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. ഈ ആളുകൾ അന്ന് അറേബ്യയിൽ മാത്രമല്ലല്ലോ. അന്ന് അറേബ്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ മക്ക ഒരു നഗരമാണ്. മക്ക ഒരുപാട് വികസിച്ചിട്ടില്ലെങ്കിലും കച്ചവട ചരക്കുകൾ വളരെയധികം കൈമാറ്റം ചെയ്യപ്പെടുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കച്ചവട സംഘങ്ങൾ എത്തുന്ന സ്ഥലമാണ് മക്ക. എല്ലാ തരത്തിലും ആളുകൾ കൂടുന്ന സ്ഥലം തന്നെയാണ് മക്ക. അന്ന് ലോകത്ത് മറ്റ് ആളുകൾ ഉണ്ടായിരുന്ന മറ്റ് സ്ഥലങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ ഇന്ന് കാണുന്ന യൂറോപ്പ് അഥവാ ഇംഗ്ലണ്ട്, അതുപോലെ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ അവിടെ അന്ന് ജനവാസമുണ്ട്. അന്ന് അവിടെ കുറെ ആളുകളുണ്ട്. സ്പെയിനിലൊക്കെ അന്ന് പ്രധാനമായും ആളുകൾ പ്രകൃതി ആരാധന, പാഗനിസം എന്ന് പറയുന്ന, പാഗന്മാർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന രൂപത്തിലുള്ള ഒരു മതവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളായിരുന്നു അന്ന് അധികവും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ യൂറോപ്പിന്റെ ഈ ഒരു ഭാഗം, ഫ്രാൻസ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങളിലാണെങ്കിൽ ക്രിസ്തു മതം ഉണ്ടായിരുന്നു. പ്രധാനമായും അന്നത്തെ ചർച്ചുകൾക്ക്, ക്രിസ്തു മതത്തിൽ അധിഷ്ഠിതമായ ചർച്ചുകൾക്കായിരുന്നു അന്നത്തെ അവിടുത്തെ അധികാരവും മറ്റു കാര്യങ്ങളും. അങ്ങനെ തുടർന്നു പോന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്നത്തെ യൂറോപ്പിന്റെ ആ ഒരു കിഴക്കേ ഭാഗം, ഇങ്ങേയറ്റത്തെ ഭാഗം. യൂറോപ്പിന്റെ പടിഞ്ഞാറേ ഭാഗം, യൂറോപ്പിന്റെ കിഴക്കേ ഭാഗം എന്നറിയപ്പെടുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു ഭാഗമാണ്. അഥവാ ഇസ്ലാമിക ചരിത്രം വിശുദ്ധ ഖുർആനിൽ തന്നെ റോമക്കാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇന്നത്തെ യൂറോപ്പിന്റെ പടിഞ്ഞാറ യൂറോപ്പ്. തുർക്കി, അതുപോലെ തന്നെ തുടർന്നങ്ങോട്ട് ഒരു വലിയ ഭാഗം ബൈസാന്റൈൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന സാമ്രാജ്യം ഭരിച്ചിരുന്ന സ്ഥലങ്ങളാണ്. ബൈസാന്റൈൻ, അതിനെ അറബിയിൽ റോമക്കാർ എന്ന് പറയും. റൂം, വിശുദ്ധ ഖുർആനിൽ അധ്യായം തന്നെയുണ്ട്, സൂറത്തുർ റൂം, അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം എന്ന് പറഞ്ഞു തുടങ്ങുന്ന അധ്യായം. അപ്പോൾ ആ ഒരു സാമ്രാജ്യം അന്ന് ലോകത്ത്, ഇന്ന് നമ്മൾ വലിയ സാമ്രാജ്യങ്ങളെ അമേരിക്കയും ചൈനയും റഷ്യയൊക്കെ ഉണ്ടെന്ന പോലെ അന്ന് ലോകത്ത് നിയന്ത്രിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 സാമ്രാജ്യങ്ങൾ, അതിലൊന്നാണ് റോമക്കാർ, ഈ ബൈസന്റൈൻ സാമ്രാജ്യം. ഇന്നത്തെ ഇസ്താംബുൾ,
മുമ്പ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന ഇന്ന് തുർക്കിയിലുള്ള ഇസ്താംബുൾ ആയിരുന്നു അന്നത്തെ അവരുടെ തലസ്ഥാനം. അന്ന് റോമ രാജാവുണ്ടായിരുന്ന ഹിറക്കിൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഹിറാക്ലിയസ് എന്ന അവരുടെ ഭാഷയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്ന ആ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലമാണ് ബൈസന്റൈൻ സാമ്രാജ്യം. അവരുടെ കീഴിലായിരുന്നു ഒരുപാട് വലിയ പ്രദേശം. അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നാണ് തുർക്കി, അതുപോലെ തന്നെ ഗ്രീസ്, ബൾഗേറിയ, ഇറ്റലി, സിറിയ, ഈജിപ്ത്, ലബനാൻ, ജോർദാൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അന്ന് ഈ റോമ സാമ്രാജ്യങ്ങളിൽപ്പെട്ടതാണ്. നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് പരാമർശിക്കപ്പെട്ട സാമ്രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ബൈസന്റൈൻ റോമ സാമ്രാജ്യം. അന്നത്തെ കാലത്ത് തന്നെ നമ്മൾ സാധാരണ മലയാളത്തിലും ഇംഗ്ലീഷൊക്കെ കേൾക്കാറുള്ളൊരു പഴഞ്ചൊല്ല് പോലെ കേൾക്കാറുള്ളത് സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അതന്നും അതേപോലെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ഭരണകൂടമായിരുന്നു അന്ന് റോമയിലുണ്ടായിരുന്നത്. അഥവാ മതം വേറെ, ക്രിസ്തു മതമാണെങ്കിൽ മതം വേറെ, ഭരണം വേറെ, രാഷ്ട്രം വേറെ, രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ വേറെ എന്നുള്ള തരത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. മറ്റൊരു സ്ഥലം, ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന മറ്റൊരു സ്ഥലം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായ ചൈന, അതുപോലെ മംഗോളിയ, സൈബീരിയ തുടങ്ങിയ ഭാഗം അന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. 7ാം നൂറ്റാണ്ടിൽ ഏകദേശം 50 മില്യൺ ആളുകൾ, 5 കോടിയോളം ആളുകൾ അവിടെ താമസിച്ചിരുന്നതായി ഇന്ന് നമുക്ക് ലഭ്യമായ ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്നത് പ്രധാനമായും അന്നത്തെ ബുദ്ധമതം അന്നുണ്ട്, വളരെ ശക്തി ഉള്ള സമയമാണ്. അതുപോലെ തന്നെ കൺഫ്യൂഷ്യനിസം, ഇതൊക്കെ അന്ന് ചൈന പോലുള്ള പ്രദേശങ്ങളിലെ. മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിലും അന്ന് ജനവാസമുണ്ട്, ആളുകളുണ്ട്. അന്നത്തെ ആര്യമതം, അതുപോലെ തന്നെ ബുദ്ധമതം, ജൈനമതം, ഇതൊക്കെ അന്ന് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ അറിയപ്പെട്ട സാമ്രാജ്യമായിരുന്ന ഗുപ്ത സാമ്രാജ്യം അവരേകദേശം തകർന്നു തുടങ്ങിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം ഇന്ത്യ. അതുപോലെ തന്നെ യൂറോപ്പിന്റെ മറ്റൊരു ഭാഗത്ത്, ഇന്നത്തെ ഇംഗ്ലണ്ട് തുടങ്ങിയ ഭാഗത്ത് ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന വർഗ്ഗക്കാർ ജീവിച്ചിരുന്ന ഒരു ഭാഗമാണ്. ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ അന്ന് അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്, അവിടെ ഒരു സംസ്കാരവും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. മറ്റ് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ അമേരിക്ക, കാനഡ തുടങ്ങിയ സ്ഥലം. ഇന്നത്തെ നമ്മൾ അമേരിക്കയായി കാണുന്ന, USA ആയി കാണുന്ന സ്ഥലവും കാനഡ. അവിടെ ഏകദേശം 4 മില്യൺ 40 ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഇന്നത്തെ ന്യൂയോർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലാഹു അയച്ചില്ല, ഇന്നത്തെ അമേരിക്കയിലെ ചിക്കാഗോയിലേക്ക് അയച്ചില്ല, കാനഡയിലേക്ക് അയച്ചില്ല എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്ന് അവിടെ ജീവിച്ചിരുന്ന ഈ ഒരു 4 മില്യൺ ആളുകൾ നമ്മൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാട്ടുവാസികളായി നമ്മൾ കാണുന്ന തീരെ അപരിഷ്കൃതരായ ഒരു ജനമായിരുന്നു. നായാടി, വേട്ടയാടി ജീവിക്കുന്ന, ആക്രമിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ആളുകൾ താമസിച്ചിരുന്ന മറ്റൊരു സ്ഥലം, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകൾ ജീവിക്കുന്നു, ലോകത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സ്, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ എണ്ണപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പൊതുവെ പറയുന്ന സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ അന്ന് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു പ്രദേശത്ത് പ്രധാനമായും കൊലപാതകങ്ങളും മോഷണങ്ങളും ഒക്കെ നടത്തിയിരുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഒരു ജീവിതമായിരുന്നു അന്നത്തെ അവിടെ ജീവിച്ചിരുന്ന ആളുകൾ പിന്തുടർന്നു പോകുന്നത് എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെയും ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ നമ്മൾ വടക്കേ അമേരിക്ക പറഞ്ഞു, തെക്കേ അമേരിക്ക, അതായത് അർജന്റീന അതുപോലുള്ള സ്ഥലങ്ങൾ എണ്ണുമ്പോൾ അവിടെയും വന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഈ മായൻ സംസ്കാരം എന്ന് പറയുന്നത്, മായൻ കലണ്ടർ എന്ന് പറയുന്ന കലണ്ടറൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനിച്ചത്. അവരുടെ വിശ്വാസപ്രകാരം കലണ്ടർ അവസാനിച്ചു, ലോകം അവസാനിക്കാൻ പോകണമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. മായൻ സംസ്കാരം ഉണ്ടായിരുന്ന, അവർ അത്യാവശ്യം തന്നെ നല്ല നിലക്ക് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടം. ഈ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടൊക്കെ അവർക്ക് സ്വന്തമായിട്ട് നാണയവും സ്വന്തമായിട്ട് എഴുത്ത് രീതികളും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇനി
അന്ന് ലോകത്ത് എണ്ണപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തി റോമക്കാർ എന്ന് നമ്മൾ പറഞ്ഞു, ബൈസന്റൈൻ സാമ്രാജ്യം. രണ്ടാമത്തെ ശക്തി എന്ന് പറയുന്നത് പേർഷ്യക്കാർ, ഫാരിസ് അല്ലെങ്കിൽ ഫുർസ് എന്നൊക്കെ അറബിയിൽ പറയുന്ന പേർഷ്യക്കാർ. സൽമാൻ ഫാരിസി പേർഷ്യക്കാരാണ്. പേർഷ്യ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം. അന്നത്തെ പ്രധാന യുദ്ധങ്ങൾ നടക്കുന്നത് പേർഷ്യയും റോമക്കാരും തമ്മിലാണ്. പേർഷ്യയും റോമും തമ്മിലാണ്. ബൈസന്റൈൻ സാമ്രാജ്യവും പേർഷ്യക്കാരും. പേർഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഇറാനും ഇറാഖൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ സ്ഥലമാണ് പേർഷ്യ. ആ സ്ഥലത്തും അന്ന് വളരെ ശക്തമായ ഭരണകൂടമുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. അവര് അന്നത്തെ ലോകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ജനവിഭാഗമായിരുന്നു പേർഷ്യക്കാർ. അന്ന് ഈ മജൂസികൾ, അഗ്നിയെ ആരാധിക്കുന്ന ആളുകളൊക്കെ പേർഷ്യയിൽ നിന്നാളുണ്ടാണ്. അതുപോലെ തന്നെ സൊറാഷ്ട്രിയനിസം, സൗരാഷ്ട്ര മതം എന്നറിയപ്പെടുന്ന, പാഴ്സികൾ എന്നറിയപ്പെടുന്ന, മജൂസികൾ എന്നറിയപ്പെടുന്ന ആളുകളുടെയൊക്കെ സ്വാധീന സ്ഥലമാണ് പേർഷ്യ. പിന്നെ അന്നത്തെ ചരിത്രത്തിൽ ആഫ്രിക്കയെ പറ്റി വലിയ ചരിത്ര പരമായ രേഖകൾ ഇന്നത്തെ ചരിത്ര പഠനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമല്ല. അന്നാളുടെ ആഫ്രിക്കൻ ആളുകളുണ്ടായിരുന്നു. ഏകദേശം 15 മില്യൺ ആളുകൾ, 1.5 കോടിയോളം ആളുകൾ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.